ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ത്രാലിൽ സൈന്യം ജാഗ്രത തുടരുകയാണ്. കൂടുതൽ തെരച്ചിൽ അവിടെ നടക്കുന്നതായി വിവരം ലഭിക്കുന്നു. ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുകയാണ്. ബൽറാം, ത്രാലിലെ വിശേഷങ്ങൾ. എസ്.കെ.എൻ. ത്രാൽ, പുൽവാമ, കുൽഗാം അടക്കമുള്ള ഈ തെക്കൻ കശ്മീരിലെ പ്രദേശങ്ങളിൽ ഭീകരരുടെ സാന്നിധ്യം അതീവമാണ് എന്നുള്ള ഒരു റിപ്പോർട്ട്, രഹസ്യാന്വേഷണ റിപ്പോർട്ട് നേരത്തെ തന്നെ സുരക്ഷാ ഏജൻസികൾക്കുണ്ട്. ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സുരക്ഷാ സേന പ്രാദേശിക ഭീകരരുടെ 14 പേരുടെ ഒരു പട്ടിക പുറത്തിറക്കിയിരുന്നു. അത് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർക്ക് പ്രാദേശികമായ സഹായം, അവർക്ക് താമസം, ഭക്ഷണം, അവർക്ക് യാത്രാ സൗകര്യം അടക്കമുള്ള സഹായങ്ങൾ നൽകിയ ഭീകരരുടെ പട്ടികയാണ്. ആ പട്ടികയിൽ ഉൾപ്പെട്ട 6 ഭീകരരെയാണ് കഴിഞ്ഞ 2 ദിവസം നടന്ന ഏറ്റുമുട്ടലിലായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 8 പേർ കൂടി ആ പട്ടികയിൽ ബാക്കിയുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ആദ്യ അവസരം അവർക്ക് നൽകുന്നത് കീഴടങ്ങാൻ തന്നെയാണ്. ഇന്നലെ ഈ ഏറ്റുമുട്ടലിൽ വധിച്ച 3 ഭീകരർക്കും കീഴടങ്ങാനുള്ള അവസരം ജമ്മുകശ്മീർ പോലീസും രാഷ്ട്രീയ റൈഫിൾസും നൽകിയിരുന്നു. അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും അവർ വഴി ഈ ഭീകരരെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും അവരോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അതിന് കൂട്ടാക്കാതെ ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നാണ് ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും അവരെ വധിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിർത്തി കടന്നെത്തുന്ന പാക് ഭീകരവാദികൾക്ക് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താനുള്ള പദ്ധതി നൽകുക, ഇവിടുത്തെ സ്ഥലങ്ങളുടെ വിശദാംശങ്ങൾ നൽകുക, ഒപ്പം തന്നെ ഏറ്റവും സെൻസിറ്റീവായ മേഖലകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറുക, അവർക്ക് താമസവും മറ്റ് സൗകര്യങ്ങളും നൽകുക, ഇതെല്ലാം തന്നെ ഈ പ്രാദേശിക ഭീകരർ വഴിയാണ് എന്നും അതിന്റെ ഒരു കൃത്യമായ ശൃംഖല തെക്കൻ കശ്മീരിലെ വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുമുള്ള വിവരം ഈ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഓപ്പറേഷൻ പുരോഗമിക്കുന്നത്. 6 ഭീകരരെ വധിച്ചിരിക്കുന്നു. ആ ഓപ്പറേഷൻ സജീവമായി തന്നെ പുരോഗമിക്കുമെന്നും വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തി തെരച്ചിൽ ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് സുരക്ഷാ സേനയുടെ തീരുമാനം. ആ ഓപ്പറേഷൻ ഇപ്പോഴും തെക്കൻ കശ്മീരിലെ വനമേഖലയിൽ തുടരുകയുമാണ്. എസ്.കെ.എൻ. താങ്ക് യു ബൽറാം നെടുങ്ങാടി.